പ്രൈസ് ദി ലോർഡ്. യോസഫിനെ തൻ്റെ സഹോദരന്മാർ ഒറ്റപ്പെടുത്തി. എങ്കിലും അവരുടെ മധ്യത്തിൽ യഹോവ യോസഫിനെ മാനിച്ചു. നിന്റെ കൂടെയുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയാലും നിന്നെ മാറ്റി നിർത്തിയവരുടെ നടുവിൽ നിന്നെ മാനിക്കാൻ ദൈവം വിശ്വസ്തൻ. ആരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും മറ്റാരേക്കാളും നിന്റെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ഒരു ദൈവം നിനക്കായി ഇന്നും ജീവിക്കുന്നു. ഈ ലോകം മുഴുവൻ നിന്നെ മാറ്റി നിർത്തിയാലും കൂടെ നിന്ന എല്ലാവരും നിന്നിൽ നിന്നകന്നാലും നെഞ്ചോട് ചേർത്ത് നിന്റെ ഓരോ പ്രാർത്ഥനകൾക്കും കണ്ണുനീരിനും മറുപടിയായി യേശു കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നിനക്കൊരു നല്ല കാലം വരും നിശ്ചയം. സർവശക്തൻ്റെ മുന്നിൽ ഒഴുക്കിയ ഓരോ കണ്ണുനീരിനും മറുപടിയുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി പ്രതിസന്ധികൾ നീ കണ്ടെങ്കിലും അതിനകത്തൊക്കെ സ്വർഗത്തിലെ ദൈവം നിന്നെ കാത്തുപരിപാലിച്ചു. മരണകരമായ പലതും നിന്റെ മുന്നിൽ വന്നു. നീ വീണുപോകാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം നിന്നെ കാത്തുപരിപാലിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒത്തിരി പ്രാർത്ഥനയുമായി ചോദ്യചിഹ്നങ്ങളുമായി ഈ ദിവസങ്ങളിൽ നീ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയുന്നു, നിനക്കൊരു മറുപടിയുണ്ട് നിശ്ചയം. നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല, ബലഹീനതകളിൽ നിന്നെ മാറ്റി നിർത്തുന്ന ദൈവമല്ല. മനുഷ്യനിലെ ആശ്രയം താൽക്കാലികമായിരിക്കുമ്പോൾ ദൈവത്തിലെ ആശ്രയം അത് നിത്യമാണ്. മനുഷ്യൻ നിന്നെ തള്ളിക്കളഞ്ഞെടുത്ത് മാറ്റി നിർത്തിയെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ചേർത്ത് നിർത്തും. ഏത് പ്രതിസന്ധികൾക്കകത്തും ദൈവം നിന്നെ മാനിക്കും. നിന്നെ കരുതുന്ന നല്ലൊരു ഇടയനാണ് യേശു കർത്താവ്. നിന്നെ മാനിക്കുന്ന, നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുന്ന ഒരപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ നിന്നെ ചേർത്ത് നിർത്തുന്ന നല്ലൊരപ്പനാണ് നിൻ്റെ യേശു കർത്താവ്. ഈ ദിവസങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ചെറുത് തുറക്കാൻ പോവുകയാണ്. നിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. അതിനായി മറുപടി ഈ ദിവസങ്ങളിൽ സ്വർഗം അയക്കും. ഏത് പ്രതിസന്ധിക്കകത്തും നിന്നെ കരുതിയ ആ നല്ലൊരു ദൈവത്തിൻ്റെ മുന്നിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ താണിരിക്കാം. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാം. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം നിനക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുവാൻ, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനാണ്. ആ സർവശക്തൻ്റെ ചിറകിൻ കീഴിൽ താണിരിക്കാമെങ്കിൽ നീ ഒരു അത്ഭുതത്തെ കാണും. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഏത് മേഖലയിൽ